മുലയൂട്ടൽ ഒരു അമ്മയുടെ കടമ മാത്രമല്ല, ഇത് ഒരു അമ്മയുടെ ആത്മസമർപ്പണമാണ് കുഞ്ഞിനോട്. കുഞ്ഞിനെ എങ്ങനെ മുലയൂട്ടണം, അതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഈ മുലയൂട്ടുന്നത് കുഞ്ഞും അമ്മയും തമ്മിൽ ഒരു ആത്മബന്ധം അത് വളർത്താനാണ് ഏറ്റവും പ്രാധാന്യം കിട്ടുന്നത്. കുഞ്ഞിനെ പോലെ തന്നെ അമ്മയ്ക്കും ഇതിൽ ഒത്തിരി ഗുണങ്ങളുണ്ട്. ഒത്തിരി പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് മുലയൂട്ടുന്ന കുഞ്ഞുങ്ങൾക്ക് 6 to 8 points ഹയർ ആണ് IQ എന്ന്. അതിന്റെ കാരണം ടോറിൻ എന്നൊരു അമിനോ ആസിഡ് മുലപ്പാലിലുണ്ട്. കുഞ്ഞിനെ ജനിച്ച ഉടനെ തന്നെ 1 മണിക്കൂറിനുള്ളിൽ മുലയൂട്ടണം. ഇത് നമ്മൾ സാധാരണ സുഖപ്രസവമാണെങ്കിലും സിസേറിയൻ സെക്ഷൻ ആണെങ്കിലും 1 മണിക്കൂറിനുള്ളിൽ കുഞ്ഞിനെ മുലയൂട്ടുന്നതാണ് ഏറ്റവും അഭികാമ്യം. എത്ര തവണ നമ്മൾ മുലയൂട്ടണം? നമ്മൾ ഒരു ദിവസം 3 മണിക്കൂർ ഇടവിട്ടെങ്കിലും നമ്മൾ മുലയൂട്ടണം. എത്ര നേരം? 20 നിമിഷം ഒരു വശത്ത് മുലയൂട്ടണം. 20 നിമിഷത്തിൽ ആദ്യത്തെ 10 മിനിറ്റ് ഫോർ മിൽക്ക് എന്ന് പറയും, നെക്സ്റ്റ് 10 മിനിറ്റ് ഹൈൻ മിൽക്ക് ആണ് പറയുന്നത്. ഈ ആദ്യത്തെ 10 മിനിറ്റ് ഉള്ള പാലിലാണ് ഗ്ലൂക്കോസും പ്രതിരോധ ശക്തി കിട്ടുന്ന ആന്റിബോഡീസും കൂടുതലുള്ളത്. രണ്ടാമത്തെ മിൽക്ക്, ദാറ്റ് ഈസ് ഹൈൻ മിൽക്കിനാണ് കൊഴുപ്പുള്ളത്. ഈ കൊഴുപ്പുള്ള പാല് കിട്ടിയാലേ കുട്ടിക്ക് വെയിറ്റ് കൊടുത്തുള്ളൂ. അതുകൊണ്ട് വളരെ നിർബന്ധമായിട്ട് നമ്മൾ ഒരു വശത്ത് ഫീഡ് ചെയ്യുകയും ആ വശത്ത് 20 മിനിറ്റ് കൊടുക്കുകയും ചെയ്യണം. പിന്നത്തെ ഒരു ചോദ്യം എല്ലാവർക്കും വരുന്നത്, മുലയൂട്ടൽ മുലപ്പാൽ എങ്ങനെ കൂട്ടാൻ പറ്റും? അപ്പൊ അതിന് ആദ്യം ആവശ്യമുള്ള, നമ്മൾ അമ്മമാര് പാല് കൊടുക്കുമ്പം സുഖമായിട്ട് ഒരു കുഷനോ ബാക്കിൽ വെച്ചിട്ട് സപ്പോർട്ട് ചെയ്ത് വേണം ഇരിക്കുക. ഇതുകൂടാതെ നല്ലപോലെ അന്നജത്തെക്കാട്ടി കൂടുതൽ പ്രോട്ടീൻസ് അല്ലെ മാംസ്യം പ്ലസ് വിറ്റമിൻസും മിനറൽസും ഇതെല്ലാം നല്ലപോലെ കഴിക്കുക. വെള്ളം 2 ലിറ്ററെങ്കിലും വെള്ളം കുടിക്കണം. പ്രസവം കഴിഞ്ഞിട്ട് ആദ്യത്തെ 3 ദിവസം നമുക്ക് കിട്ടുന്ന മഞ്ഞക്കളറൊരു ദ്രാവകമാണ്. അതൊരു 10 തൊട്ട് 15 ml കാണത്തുള്ളൂ. ഇതിൻ്റെ പേരാണ് കൊളസ്ട്രോൾ. വളരെ പ്രാധാന്യമാണ് നമ്മൾ ഈ കൊളസ്ട്രോൾ എല്ലാ കുഞ്ഞുങ്ങളെയും കഴിപ്പിക്കുക എന്നുള്ളത്. അപ്പം നമുക്ക് തോന്നും കുറച്ചല്ലേ ഉള്ളൂ, പാല് പോരല്ലോ എന്നുള്ളത്. സമയമെടുക്കും. അപ്പോൾ ആദ്യത്തെ 2-3 ദിവസം കുറച്ച് പാലേ വരത്തുള്ളൂ. പിന്നെ 3 ദിവസം കഴിയുമ്പോഴാണ് കുറച്ചുകൂടി പാല് വരാൻ തുടങ്ങുക. ഇത് ശരിയാകാൻ ഒരു 2 ആഴ്ചയോളം പിടിക്കും. ഈ കൊളസ്ട്രോളാണ് നമ്മുടെ ആദ്യത്തെ വാക്സിനേഷൻ. കുഞ്ഞിൻ്റെ ജീവിതത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് മുലയൂട്ടലാണ്. മുലയൂട്ടുന്നത് വളരെ പ്രാധാന്യമാണ്. കടമ മാത്രമല്ല, നമ്മുടെ ആത്മസമർപ്പണമാണ്.